ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സഫയുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ അവതാരികയുണ്ട്. ഇത് കണക്ക് സഫയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഇത് കണക്ക് ചോദിക്കുന്നുണ്ട്, ലല്ലുവിനെ അതോടെ തന്നെ സഫ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ, നാട്ടുകാർ അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടിയൊക്കെ സഫ കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ അത് ആ അവതാരിക ഉണ്ടെങ്കിൽ പിന്നെ ഇത് കണക്ക് സഫയാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ സഭയുടെ തലയിൽ ഇത് കണക്ക് എല്ലാ കുറ്റവും ഉണ്ടാക്കിയിടണമെന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണക്കത്തുള്ള സംസാരം അല്ലെങ്കിൽ ഇത് കണക്കത്തുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കണക്ക് സംസാരിക്കണമെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ട് ഒരിടത്ത് ഇരുത്തിയിട്ട് ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് കണക്കത്തുള്ള ഇൻ്റർവ്യൂസ് ആയിട്ട് വെളിയിൽ വിടാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് കണക്കത്തുള്ള അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തിൽ എന്തോ നടത്തിയെന്നുള്ളൊരു കാര്യം 4 ഭാഗത്ത് നിന്ന് അറിഞ്ഞിട്ട് വേണം ഇത് കണക്കിടുക. അതല്ലാതെ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞ് ഇത് കണക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുക, അതിന് ശേഷം ഉണ്ടെങ്കിൽ അവരാണ് കുറ്റം ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളിങ്ങനല്ലേ അങ്ങനെയല്ലയോ നിങ്ങളതിലല്ലേ പ്രശ്നം എന്നുള്ള രീതിയിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ശരി, അതിന് മറുപടി എല്ലാം സഫ കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നെ അവർ മനഃപൂർവ്വം ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് പിന്നെയും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്.